കഴിഞ്ഞ ദിവസം നമ്മുടെ ലഡാക്കിൽ ജെൻസിയുടെ ഒരു കലാപം എന്ന് പറയുന്നില്ല, കലാപശ്രമം അത് നമ്മൾ കണ്ടതാണ്. അത് കേന്ദ്ര സർക്കാർ വളരെ ഗംഭീരമായി പരാജയപ്പെടുത്തി. ഇപ്പോഴിതാ ഈ ജെൻസി കലാപങ്ങളാണ് ലോക രാജ്യങ്ങളിൽ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത്. ജെൻസിയെ തെരുവിലിറക്കി കഴിഞ്ഞാൽ ഏത് ഭരണകൂടത്തെയും നിഷ്പ്രയാസം മുട്ടുകുത്തിക്കാം എന്ന് പല ആൾക്കാർക്കും മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ശ്രീലങ്കയിൽ ഇത് കണ്ടു, ബംഗ്ലാദേശിൽ കണ്ടു, നേപ്പാളിൽ കണ്ടു. ഇവയ്ക്ക് ശേഷം ഇപ്പോൾ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഒരു ചെറിയ രാജ്യത്തേക്കാണ് ഈ ജെൻസി കലാപം എത്തിയിരിക്കുന്നത്. ഈ രാജ്യം അവിടുത്തെ എംപിമാരും പാർലമെൻറ്റും വരെ ഈ ജെൻസിക്ക് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം. യുവാക്കളുടെ രോഷവും പ്രക്ഷോഭവും കണക്കിലെടുത്ത് പാർലമെൻറ്റിൽ നിയമം എതിർക്കപ്പെടുന്നതിനെതിരെ എംപിമാർ വോട്ട് ചെയ്തു. മുൻ പ്രസിഡന്റുമാർ, മുൻ പ്രധാനമന്ത്രിമാർ, എംപിമാർ എന്നിവർക്ക് ആജീവനാന്ത പെൻഷൻ ലഭിക്കാൻ അനുവദിക്കുന്ന നിയമം പിൻവലിക്കണമെന്ന് ജെൻസി ആവശ്യപ്പെട്ടു. ഈ ആവശ്യത്തിന് വഴങ്ങാൻ എംപിമാർ നിർബന്ധിതരായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ രാജ്യം കിഴക്കൻ തിമോറയാണ്. കിഴക്കൻ തിമോറയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ജെൻസി കലാപം നടക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, ഈ കിഴക്കൻ തിമോറ ഒരു ദരിദ്രമായിട്ടുള്ള ഒരു രാജ്യമാണ്. എന്നാൽ മുൻ പ്രസിഡന്റുമാർ, മുൻ പ്രധാനമന്ത്രിമാർ, എംപിമാർ എന്നിവർക്ക് വലിയ ആജീവനാന്ത പെൻഷനുകളും അലവൻസുകളും നൽകുന്നതിനുള്ള നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന വലിയ അലവൻസുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള വ്യവസ്ഥയും ഈ നിയമത്തിൽ ഉൾപ്പെടുന്നു. ഇക്കാരണത്താൽ യുവാക്കൾ ഇതിനെ ശക്തമായി എതിർത്തു. മാത്രമല്ല, എംപിമാരുടെ കാറുകൾക്ക് സർക്കാർ $4.2 ദശലക്ഷം ചെലവഴിച്ചു. ഇക്കാരണത്താൽ ജെൻസി കൂടുതൽ രോഷാകുലരാണ്, അവർ പ്രക്ഷോഭത്തിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2006 ആജീവനാന്ത പെൻഷൻ സംബന്ധിച്ച തീരുമാനം അവിടെ എടുത്തത്. അപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉയർന്നെങ്കിലും ഒരു കലാപ സ്വഭാവം അപ്പോൾ ഒന്നും തന്നെ ഈ പ്രതിഷേധത്തിന് കിട്ടിയിരുന്നില്ല. ഈ വിദ്യാർത്ഥികൾ ആ സമയത്ത് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ പ്രതിഷേധം ക്രമേണ മുൻ രാഷ്ട്രപതിമാർ, മുൻ പ്രധാനമന്ത്രിമാർ, എംപിമാർ എന്നിവർക്ക് നൽകുന്ന ആജീവനാന്ത പെൻഷനിലേക്ക് എത്തി. ഇതിനായി സർക്കാർ എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്നു. അന്തിമ ശമ്പളത്തിന് തുല്യമായ ആജീവനാന്ത പെൻഷൻ നൽകുന്നത് ഈ നിയമം വ്യവസ്ഥ ചെയ്തു. ഇപ്പോൾ യുവാക്കളുടെ പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങളെയും തുടർന്ന് ഈ നിയമം അവിടെ റദ്ദാക്കിയിരിക്കുകയാണ്. 65 എംപിമാരിൽ 62 എംപിമാരും ഈ ജെൻസിയെ ഭയന്ന് ഈ നിയമത്തിനെതിരെ വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഈ സമരം വിജയം കണ്ടു, അല്ലെങ്കിൽ ഈ കലാപം വിജയം കണ്ടു എന്നുള്ളതിന് ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ ലോക മാധ്യമങ്ങൾ പറയുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.